സലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി.കെ. രാജഗോപാലാണ്. സാർ സ്വാഗതം. സാർ, ഇപ്പോൾ വന്നൊരു പുതിയ അപ്ഡേറ്റാണ്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ ഭരണകക്ഷിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് മാറ്റപ്പെട്ട CPM വലിയ രീതിയിലുള്ള പുനരാലോചന തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിൽ കൗതുകകരമായ സംഗതി, അവർ അയ്യപ്പ സംഗമം നടത്തിയതിൽ അവരുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള വ്യതിയാനമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ അയ്യപ്പ സംഗമത്തിലെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് അത് അവരുടെ ഒരു നയത്തിന് വ്യതിയാനമാണ് എന്ന് തിരിച്ചറിയുന്നു. കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളെ യഥാവിധി പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. ഏറ്റവും ഒടുവിൽ ആ ആരോപണങ്ങൾ, ആ നിലപാടുകളുടെയൊക്കെ തുടർച്ചയെന്നോണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. നേരത്തെ തന്നെ A. പത്മകുമാറിനെതിരെ നടപടി വേണം എന്ന് വാദമുയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക, അതേപോലെയുള്ള നാമമാത്രമായ നടപടികൾ മാത്രം പാർട്ടി ഒരു സംരക്ഷണം തീർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ A. പത്മകുമാറിനെ പൂർണ്ണമായി കൈയൊഴിയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ഈ ശബരിമല വിഷയത്തിൽ CPM എന്തൊക്കെ നിലപാടെടുത്തിട്ടുണ്ടോ, അതിപ്പോൾ യുവതീ പ്രവേശനം തൊട്ട് ഇങ്ങോട്ട്, അതിനുശേഷം നടന്ന നാമജപ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത് മുതൽ ഇങ്ങോട്ട്, ശബരിമല വിഷയത്തിൽ എപ്പോഴൊക്കെ CPM കൈവച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പൊള്ളിയ ചരിത്രമുണ്ട്. CPM എന്താണ് ഈ വൈകി മാത്രം ഈ തിരിച്ചറിവ് അവർക്ക് കിട്ടുന്നത്? ഇപ്പോഴും തിരിച്ചറിവ് വന്നിട്ടില്ല. പ്രേമൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടും അവർക്ക് തിരിച്ചറിവ് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ശബരിമല അയ്യപ്പനും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും മാത്രമാണോ CPM-നെ പരാജയപ്പെടുത്തിയത്? അല്ലെങ്കിൽ പത്മകുമാറിന്റെ പ്രവൃത്തികൾ മാത്രമാണോ പരാജയപ്പെടുത്തിയത്? പാർട്ടിക്ക് സംഭവിച്ച അപജയത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതാണല്ലോ ഇപ്പോഴും. എന്ത് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ എന്ത് സംഭവിച്ചു, അതേപോലെ തന്നെ തളിപ്പറമ്പിൽ എന്ത് സംഭവിച്ചു, അമ്പലക്കുഴിയിൽ എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയണമല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ എന്ത് സംസാരിക്കാൻ? അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തെറ്റുതിരുത്തി എന്ന് പറയുന്നതിനകത്ത് എനിക്കത് പൂർണ്ണമായിട്ട് യോജിപ്പില്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. സാർ, ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ സംശയം, ഈ ശബരിമല വിഷയത്തിൽ CPM ആദ്യം അവിടെ സുപ്രീം കോടതി വിധിയുണ്ട്, അതുകൊണ്ട് അവിടെ യുവതീ പ്രവേശനം അനുവദിക്കും എന്ന ഒരു നിലപാടെടുത്തു. അതിനു വേണ്ടിയിട്ട് വനിതാ മതിൽ പോലെയുള്ള കലാപരിപാടികൾ നാട് മുഴുവൻ നടത്തി. അങ്ങനെ ഒരു പുതിയ ആധുനിക കാലത്തെ നവോത്ഥാന നായകൻ എന്നൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ജനവികാരം എതിരാണ് എന്ന് വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ 2-3 തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ പ്രതിഫലനം കിട്ടി എന്ന് ബോധ്യമായപ്പോൾ സുപ്രീം കോടതിയിൽ പോലും ഈ യുവതീ പ്രവേശനത്തിന് മുൻപെടുത്ത നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോലും CPM അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് അവിടെ പോയി പറയുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ അയ്യപ്പ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം പോലെ ഒരു കെട്ടുകാഴ്ച അവതരിപ്പിക്കുന്നു. എന്താണ് നമ്മളിപ്പോൾ പൊതുവെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ച ഉയർന്നു, അയ്യപ്പ കോപം അത് CPM തിരിച്ചറിഞ്ഞു എന്നൊക്കെ. അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? അയ്യപ്പ കോപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് പറയുമ്പോൾ അത് ശരിയാണ്. അത് 2019 അവർ അനുഭവിച്ചതാണ്. 19 അനുഭവിച്ചു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് കോവിഡും പ്രളയവും ഒക്കെ വന്ന സാഹചര്യങ്ങൾ മാറി. അവര് കിറ്റും മറ്റ് ചില സംവിധാനങ്ങളും ഒക്കെ തരികയും ആളുകൾ വോട്ട് ചെയ്യാൻ പുറത്തിറങ്ങാതെ വരികയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് അന്ന് രണ്ടാമത് പിണറായി സർക്കാരിന് തിരിച്ചു വരാൻ സാധിച്ചത്. അല്ലാതെ അവരുടെ പ്രവർത്തന മികവ് കൊണ്ടല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് ഇടയ്ക്ക് കിട്ടി. അതാണ് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? അത് കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയല്ലോ. കൃത്യമായിട്ട് റിസൾട്ട് 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി അല്ലേ? 100 ചെല്ലുവാനും ഉണ്ടായിരുന്ന സീറ്റ് 35 സീറ്റിലേക്കാണ് LDF ഒതുങ്ങിപ്പോയത്. അതിനകത്ത് ഒരു ഘടകമാണ് ഞാൻ പറഞ്ഞതുപോലെ, ഒരു ഘടകം മാത്രമാണ് ഈ അയ്യപ്പ കോപം എന്ന് പറയുന്നത്. അയ്യപ്പ ശരിയാണ്, വിശ്വാസികളെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമാണ്. അവിടെ 2 യുവതികളെ ഇരുട്ടിന്റെ മറ പിടിച്ച് സായുധ പോലീസിന്റെ അകമ്പടിയോട് അല്ലെ, വലിയ കെട്ടുകാഴ്ച പോലെ പോലീസിന്റെ അകമ്പടിയോട് ആരും അറിയാതെ വെളുപ്പിനെ 3 മണിക്ക് ശബരിമല സന്നിധാനത്ത് കൊണ്ടുപോയി നടയ്ക്ക് നേരെ മുമ്പിൽ കൊണ്ട് നിർത്തി എന്നുള്ളത് ശരിയാണ്. അത് സത്യമാണ്. വിശ്വാസികളെ പറഞ്ഞ ഒരു കാലത്തും അവരുടെ മനസ്സിൽ നിന്ന് ആ മുറിവ് മായത്തില്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് വലിയ തിരിച്ചടിയായിരുന്നു. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇതിനുള്ള ഒരു പരിഹാരക്രിയ നടത്തിയതാണ്. നമ്മൾ പറയത്തില്ല, ഏത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പരിഹാരം ചെയ്യാൻ പോയതാണ്.
അയ്യപ്പ സംഗമം. അതായത് തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് നാളിന് മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബറിലോ മറ്റോ ആയിരുന്നില്ല, തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഒരു 5-6-7 മാസം മുമ്പാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ പരിപാടി നടത്തിയത്. അത് നടത്തിയത് തന്നെ അന്നേ ആക്ഷേപം പറഞ്ഞിരുന്നു. ഇത് ഒരു കാരണവശാലും ഇത് ഇവിടെ കൊണ്ട് നടത്തിയത് അറിയാമല്ലോ, പമ്പ മണപ്പുറത്താണ് കൊണ്ട് നടത്തിയത്. പമ്പ മണപ്പുറത്ത് ഇത്രയും പോലെയുള്ള വലിയ, അത് ആഗോള അയ്യപ്പ സംഗമമാണ്. അതായത് ആ വിദേശത്തു നിന്നുള്ള പ്രതിനിധികൾ അടക്കം വരുന്ന അയ്യപ്പ സംഘമാണ് അവിടെ നടത്തിയത്. വിദേശ പ്രതിനിധികൾക്ക് ശബരിമല പമ്പയിലെത്തുന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ. അവിടുത്തെ ഗതാഗത പരിമിതികൾ നമുക്കറിയാം, അവിടുത്തെ കാലാവസ്ഥ അറിയാം, അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അറിയാം. പിന്നെ വിദേശത്തു നിന്ന് പ്രതിനിധികൾ ആ സ്ഥലത്ത് ജീവിത സാഹിത്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരെ അവിടെ എങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും? അപ്പൊ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഒരു 7 കോടി രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു. 7 കോടി ഒറ്റ ദിവസത്തേക്കാന്ന് ആലോചിക്കണം. ഒറ്റ ദിവസത്തേക്ക് ഏതാണ്ട് 7.11 കോടി രൂപയുടെ പദ്ധതി അവിടെ അങ്ങ് നടപ്പാക്കിയത്. അപ്പൊ അതിനകത്തിൽ തന്നെ പകുതി പൈസ കൊടുത്തത് പന്തല് കിട്ടുന്നതിനായിട്ടാണ്. ഇപ്പൊ വരുന്ന വിദേശ പ്രതിനിധികൾ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നുള്ള ശീലമുള്ള ആളുകളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ AC റൂമിൽ കഴിയുന്ന ആളുകളാണ്. വലിയ വ്യവസായികളും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരും ഒക്കെ വരുമെന്നാ പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ അതിനകത്ത് എത്ര പേര് വന്നതായിട്ട് നമുക്കറിയത്തില്ല. നമ്മളതിനകത്ത് അങ്ങനെ വരുന്നതായിട്ട് കണ്ടുമില്ല. അല്ല, ആളുകൾ വന്നില്ലെങ്കിലും കണക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കണക്ക് വന്നിട്ട് കണക്കല്ലേ എഴുതി തള്ളിയിട്ടുണ്ട്. ഇപ്പൊ അതാണ് കോടതിയുടെ പുറകിൽ നടക്കുന്നത്. കോടതി പറഞ്ഞ ഈ ഒരു ദിവസം പമ്പ മണപ്പുറത്ത് 7.25 കോടി രൂപ, 7.11 കോടി രൂപ നിങ്ങൾ മുടക്കി എന്തുവാ അവിടെ ചെയ്തെന്നാണ് ചോദിച്ചത്. ഉടനെ പറഞ്ഞു, സാർ ഞങ്ങൾ ജർമ്മൻ പന്തൽ പണിഞ്ഞു. പന്തലിച്ച് ഏതാണ്ട് 100ഓളം എയർ കണ്ടീഷണറുകൾ അതിനകത്ത്. പമ്പ മണപ്പുറത്താന്ന് ആലോചിക്കണം. പമ്പ മണപ്പുറത്ത് എയർ കണ്ടീഷൻ 10-100 ജനറേറ്റർ വെച്ചിട്ട് AC വർക്ക് ചെയ്യിക്കുക. AC വർക്ക് ചെയ്താണ് പന്തൽ വെച്ചത്. 3000 പേര് വരുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അതിനകത്ത് കഷ്ടിച്ച് ഒരു 300-500 ആളുകളാണ് ആകെ ആ പന്തലിനകത്ത് ഉണ്ടായിരുന്നത്. മാധ്യമ പ്രവർത്തകരും പിന്നെ അതിലെ വഴിയെ പോയവരൊക്കെ അടക്കം. അപ്പൊ അവസാനം അതിലെ പോയവരെയൊക്കെ പിടിച്ചു കയറ്റാനായിട്ട് നോക്കി. ഇപ്പൊ പമ്പയിലൊക്കെ ഓഫ് സീസണിലൊക്കെ ആരവിടെ കാണുന്നത്? പിന്നെ നട തുറന്നിരിക്കുകയായിരുന്നു. കുറച്ച് അയ്യപ്പ ഭക്തന്മാർ അതിലെ പോകുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ പിടിച്ചു കയറ്റാൻ നോക്കിയപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് തൊഴുതേച്ച് വന്നിട്ട് ബാക്കി കാര്യം പിന്നെ സംഘമൊക്കെ പിന്നെ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ആരെ കിട്ടാനാണ്? പിന്നെ കഴുതയും കൊണ്ട് വന്ന കുറെ തമിഴന്മാരുണ്ട് അവിടെ. അവരെ പിടിച്ച് അവിടെ കയറ്റി കുറച്ച് ആള് നിറയ്ക്കണ്ടേ? നമ്മൾ കണ്ടിട്ട് ഓരോ സദസ് എത്ര സെഷനാണ് അവിടെ നടന്നത്. വലിയ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നു, അവിടുത്തെ പിന്നെ ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് വലിയ ചർച്ചകളാണ്. ആകെപ്പാടെ ഈ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന ആളുകൊണ്ട് 10-50 പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറിയിരിപ്പുണ്ട് അല്ലേ? അത്ര ആക്ഷേപകരമായ പരിപാടിയാണ്. പിന്നെ അതിന്റെ കള്ളക്കണക്കുകൾ, ഈ 7.5 കോടി എഴുതിത്തള്ളെങ്കിൽ അതിന്റെ കണക്ക് എഴുതണ്ടേ? അതിന് കണക്കുകൾ എഴുതും. കണക്കുകൾ എഴുതിയപ്പോഴാണ് ഈ പറയുന്ന നന്ദഗോവിന്ദ ഭജൻസ് വന്ന അവിടെ പരിപാടി നടത്തിയെന്നൊക്കെ എഴുതി വെച്ച് കളഞ്ഞത്. അങ്ങനെ ആ കേരളത്തിലെ ഏറ്റവും വലിയ പോപ്പുലർ ഭജന സംഘമാണ് ഈ നന്ദഗോവിന്ദ ഭജൻസ്. അവര് പറഞ്ഞ് ഞങ്ങൾ ആ വെടിക്കോട്ടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ സമയത്ത് പമ്പയുടെ 7000, ശബരിമലയുടെ 7000 പോലും ഞങ്ങൾ വന്നിട്ടില്ല എന്ന് അവര് പറഞ്ഞു. പക്ഷെ അവരുടെ പേര് എഴുതി വെച്ചിരിക്കുക. അവർക്ക് ഇത്ര ലക്ഷം രൂപയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ റിഹേഴ്സലും കൊടുത്തെന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഒരു ഗാനമേള നടന്നു കേട്ടോ. വിജയ് യേശുദാസിന്റെ നേതൃത്വത്തിൽ ഒരു ഗാനമേള അവിടെ ഉണ്ടായിരുന്നു. ആ ഗാനമേളയ്ക്ക് ഏതാണ്ട് ലക്ഷങ്ങൾ എഴുതിത്തള്ളിയിരിക്കുകയാണ്. വിജയ് യേശുദാസ് പറഞ്ഞതും വീരമണി ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഭക്തിപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ, അല്ല ഞങ്ങൾ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇത് പറയുന്നത് 3 ദിവസം റിഹേഴ്സൽ അടക്കം ലക്ഷക്കണക്കിന് രൂപ ചെലവായി എന്നാണ് എഴുതിത്തള്ളി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മള് മരാമത്ത് വകുപ്പില് കട്ടിലും മേത്തൊക്കെ മേടിച്ചതുള്ള കേസുകളൊക്കെ അറിയാമല്ലോ. പിന്നെ പ്രസാദം. എന്റെ ഒരു സംശയം ഇപ്പൊ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ CPM എടുത്ത ഒരു നിലപാട് ഒരു പരിധിവരെ അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഈ നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പുരോഗമനമൊക്കെ ഉണ്ടാക്കി കളയാം എന്നൊരു ചിന്തയിലാണ് ഈ യുവതീ പ്രവേശനത്തെ CPM അന്ധമായി സപ്പോർട്ട് ചെയ്തത്. വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാതെ അത്തരത്തിലൊരു നിലപാടെടുത്തത്. കുറേയൊക്കെ ആ കാര്യത്തിൽ നമുക്ക് CPM കുറ്റം പറയാനും ആ കാര്യത്തിൽ പറ്റില്ല എന്ന് വരും. കാര്യം സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചല്ലോ, സാങ്കേതികത്വം അങ്ങനെ എങ്ങും പറയാം. അപ്പോൾ ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത CPM അങ്ങനെ യാതൊരു പ്രത്യയശാസ്ത്ര പ്രതിബന്ധങ്ങളും ഇല്ലാത്ത ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എന്ത് പേരിലാണ് ഈ A. പത്മകുമാറിനെ പോലെ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കാൻ ഒരു നിലപാടിലേക്ക് പോയത്? പ്രേമ, ഇത് സുപ്രീം കോടതി വിധിയെ കുറിച്ചാണല്ലോ പ്രേമൻ ആദ്യം പറഞ്ഞത്. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ശബരിമലയിൽ എത്രയും പെട്ടെന്ന് യുവതികളെ കൊണ്ട് കയറ്റണമെന്നൊന്നും പറയുന്നില്ല. അത് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചർച്ചയാണ്. അതായത് ജെൻഡർ ഇക്വാളിറ്റി, അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ സ്വാതന്ത്ര്യം വേണം, അവകാശം വേണമെന്നും പറഞ്ഞ്
വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ചില ക്ഷേത്രങ്ങളിലെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സമുദായങ്ങളുടെ പ്രശ്നം വന്നു അവിടെ. അപ്പൊ പറഞ്ഞ് സ്ത്രീകൾക്ക് അവിടെ നീതി നിഷേധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ശരിയല്ല, ഇന്ത്യയുടെ അനുസരിച്ച് ജെൻഡർ ഇക്വാളിറ്റി വേണം, സ്ത്രീക്കും പുരുഷനും ഒരേപോലെ അവകാശം വേണമെന്ന് പറഞ്ഞു. ഈ കേസ് പരിഗണിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ശബരിമല ആരോ ബുദ്ധിപരമായിട്ട് കൊണ്ട് കുത്തിക്കയറ്റിയതാണ് അതിനകത്ത്. കേട്ടിട്ട് പറഞ്ഞ് ശബരിമലയിലും സ്ത്രീകളെ അതില് സംസ്ഥാന സർക്കാർ ആ കേസിൽ കക്ഷിയായിരുന്നല്ലോ. അതിനകത്ത് അവസരം നോക്കിയാണ് നമ്മുടെ സർക്കാർ നുഴഞ്ഞു കയറുകയായിരുന്നു അത് ചെയ്തത്. ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അന്ന് ചെയ്തു വെച്ചത്. അവര് വടക്കേ ഇന്ത്യൻ ക്ഷേത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതിന്റെ ഇടയില് സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞു. അപ്പൊ യങ് ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന, അതിനകത്തില് അവർ ഒരു കാര്യവുമില്ല. അവരെ കഴിഞ്ഞ തവണ കോടതി എടുത്തിട്ട് കൊടുക്കുന്ന കണ്ടത്, നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് കാര്യമെന്നാണ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറി ഇടപെട്ടെന്നുള്ളതാണ്. ഇവര് പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലേ? പ്രവൻ അറിയാമല്ലേ? 10 വയസ്സിന് താഴെയുള്ളതും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരിക്കുന്നില്ല. പക്ഷെ ആ ഏജ് ലിമിറ്റ് അവിടെ വെച്ചേക്കുന്നതിന്റെ കാരണം അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ആ പ്രതിഷ്ഠയുടെ വിശ്വാസമാണത്, അല്ലെ? ആ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകളെല്ലാം കൂടെ കൂടി ശബരിമല പോകത്തില്ലായിരുന്നു. കേരളത്തിലെ ഏത് വീട്ടമ്മമാരാണ്? നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ആളുകൾ അയ്യപ്പനെ കാണാൻ പോകുമായിരുന്നു. പക്ഷെ അവർ ആ കൃത്യമായിട്ട് നിബന്ധന പാലിച്ചു ആ വിശ്വാസം. അതുകൊണ്ടാണല്ലോ അയ്യപ്പ സ്വാമികൾ തന്നെ അവിടെ ഈ നിഷ്ഠയുള്ള ഏക അയ്യപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ശബരിമല. അതുകൊണ്ടാണ് ഇത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്. അല്ലാതെ അവിടെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ള വാദം ശരിയായിരുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നവോത്ഥാനം ഉണ്ടാക്കാൻ പോയതാണ്. അതാണ് ഇതിനകത്ത് പറ്റിയിരിക്കുന്ന വലിയ കുഴപ്പം എന്ന് പറയുന്നത്. ആരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കാട്ടി വലിയ നവോത്ഥാന നായകന്മാരായിട്ട് നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ മാറാം, അപ്പൊ കൊണ്ട് നമുക്ക് പെട്ടെന്ന് നവോത്ഥാനം ചെയ്തു കളയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആവശ്യമില്ലാതെ കയറി പിടിച്ചതാണ് ഇത്. അല്ലാതെ കോടതി പറഞ്ഞില്ല പെട്ടെന്ന് യുവതികളെ കൊണ്ടുവരാനായിട്ട്. ഒരു കോടതിയും സുപ്രീം കോടതി ഉത്തരവിട്ടില്ല പറയുക. അതാണ് അതിന്റെ സംഭവം എന്ന് പറയുന്നത്. അല്ല, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ പേരിനെങ്കിലും ഒരു നവോത്ഥാനം എന്നൊരു കാരണം പറഞ്ഞ് ആ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തു, ശരി, അത് നമുക്ക് ആ രീതിയിൽ തന്നെ അതിനെ ചിന്തിക്കുകയും ചെയ്യാം. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നമുക്ക് കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവമാണ്. അതിലെ വസ്തുതകൾ മാധ്യമങ്ങൾ ഓരോ ദിവസം ഈ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. പൊതുജന മധ്യത്തിൽ അങ്ങനെ ഒരു ഗുരുതരമായ വിഷയമുള്ളപ്പോൾ എന്തു പേരിലാണ് ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ മുതിർന്ന CPM നേതാവാണ്, മുൻ MLA ആണ്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോഴാണ് ഈ ക്രമക്കേട് മുഴുവൻ നടന്നത്. ആ കാര്യങ്ങൾ വസ്തുതകൾ പൊതുജന മധ്യത്തിലുള്ളപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പത്മകുമാറിനെ പോലെ ആളെ പാർട്ടി സംരക്ഷിച്ച് നിർത്തിയത്? അത് പത്മകുമാറിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഇതിനു മുമ്പ് തന്നെ തോറ്റുപോയേനെ. പത്മകുമാറിനെ പിടിച്ചെടുത്തി അതുകൊണ്ടാണ്. പത്മകുമാറിന് അറിയാം. പത്മകുമാർ എന്ന് പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവാണ്, CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, പാർട്ടിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, പാർട്ടി സെക്രട്ടറിയോളം തന്നെ രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ ഉള്ള വലിയ നേതാവാണ്. VS അച്യുതാനന്ദന്റെ പക്ഷത്തായിരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്തതും പത്മകുമാറാണ്. വലിയ തലമുടിപ്പുള്ള നേതാവാണ് പത്മകുമാർ. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ വാസു എന്നൊരാള് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ പത്മകുമാറിന് എല്ലാം അറിയാം ശബരിമലയിൽ എന്ത് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന നേതാവാണ് പത്മകുമാർ. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന അദ്ദേഹം അടിയുറച്ച അയ്യപ്പ വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പാരമ്പര്യം അടക്കം നിരത്തിയാണ് അതൊക്കെ വാദിച്ചുകൊണ്ടിരുന്നത്. ശരിയാണ്. ഹരിവരാസനം, അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം എഴുതിയ കുടുംബത്തിൽ പറഞ്ഞാണെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഞാനിതൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. അയ്യപ്പ സ്വാമിയുടെ ഒരു മുതലും എടുത്തിട്ടില്ല. പക്ഷെ എടുത്തവന്മാരെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ് പുള്ളി പറയുന്നത്. മനസ്സിലായില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടാക്കിയ ബന്ധങ്ങളും, അവിടെ ഞാൻ വന്ന സമയത്ത് ഒരു വലിയ പ്രഭയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടുത്തെ ആളുകളൊക്കെ ജ്വലിച്ചു നിന്നതും, എനിക്ക് എന്നെ പോലുള്ള ഒരു ഭരണാധികാരിക്ക് അവിടെ നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്നതും, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളെ പത്മകുമാർ, അതായത് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ശരിയാ, ഇടപെടുക്കനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ മനസ്സിലാക്കിയിരുന്നു, കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അയാൾ തുറന്നു പറഞ്ഞില്ല. അയാൾ ഒന്നും അയാളുടെ ഓരോ പ്രസ്താവനകളും നമ്മൾ ശ്രദ്ധിച്ചു, വളരെ കൃത്യമായിട്ടല്ലേ അയാൾ പറഞ്ഞത്, അല്ലേ? വലിയ ദൈവങ്ങള്, എന്നെക്കാട്ടില് അയ്യപ്പനെക്കാട്ടി വലിയ ദൈവങ്ങളെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു, അല്ലേ? ദൈവിക തുല്യനായ ആള്. അതൊരു പക്ഷെ ആരെയായിരിക്കാം? ശബരിമലയിലെ ദൈവതുല്യനായനെ കുറിച്ചാണോ പറഞ്ഞത്? അതൊരു പാർട്ടിയിലെ ദൈവതുല്യനാണോ? പാർട്ടിയിലും ഉണ്ടാകാമല്ലോ ദൈവതുല്യന്മാരായിട്ട് ഞാൻ കാണുന്ന ആളുകൾ ഉണ്ടാകാം. ഇവരൊക്കെയാണോ
എന്നൊക്കെയാണ് പത്മകുമാർ അവിടെ വരെയൊക്കെ പത്മകുമാർ പറഞ്ഞു വെച്ചിരുന്നുള്ളൂ. അല്ല, എന്റെ പക്ഷെ സംശയം അവിടെയാണ് സാർ. എന്റെ ഒരു സംശയം, ഈ ദൈവതുല്യമായ ഒരാൾ എന്ന് പറയുമ്പോൾ തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ആ ഒരു നിലപാടെടുത്ത ഭരണകൂടം ഇത്രയും വൈകി തെരഞ്ഞെടുപ്പൊക്കെ കഴിയുന്നത് വരെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ നാമമാത്രമായെങ്കിലും അതുവരെയൊക്കെ കാത്തിരിക്കേണ്ടി വന്നു. അവിടെയാണ് ഈ സംശയം വരുന്നത്. അതെ, പത്മകുമാറിൽ കൊണ്ടത് അവസാനിപ്പിച്ച് നിർത്തുകയായിരുന്നു പ്രേമ. തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് പാർട്ടിക്ക് അറിയാം. പത്മകുമാർ വരെ ആക്കി അങ്ങ് നിർത്തുക. പക്ഷെ പത്മകുമാറിനെ പിണക്കുകയും വേണ്ട. പിണക്കേണ്ട, നടപടിയെടുത്തെങ്കിൽ എന്നെ പുള്ളി പിണങ്ങത്തുള്ളൂ, ബാക്കി കാര്യങ്ങൾ വിളിച്ചു പറയത്തുള്ളൂ. അപ്പൊ പത്മകുമാറിൽ കൊണ്ട് നിർത്തുക. ഇല്ലെങ്കിൽ മുകളിലേക്ക് അന്വേഷണം വന്നേനെ. പത്മകുമാറിൽ എല്ലാവർക്കും അറിയാവുന്ന പത്മകുമാറിന്റെ ഇത് അവസാനിക്കത്തില്ല. ഈ അന്വേഷണം പത്മകുമാറിൽ അവസാനിക്കത്തില്ല. പിന്നീട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ മന്ത്രി ലെവലിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു, അന്വേഷണങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ. ഈ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായാലും ഒരു പത്മകുമാർ വിചാരിച്ചാലൊന്നും ഇത്രയും സാധനം എടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. എത്രയോ കോടിക്കണക്കിന് രൂപ വരെ, കോടികൾ അതിന്റെ വിലയല്ല, അതിന്റെ അമൂല്യമായ വസ്തുക്കളാണ്. പക്ഷെ അവിടെ കൊണ്ടത് തടയാൻ പറ്റി. പത്മകുമാറിൽ കൊണ്ട് ചവിട്ടി നിർത്താൻ പറ്റി അന്വേഷണം. പക്ഷേ പത്മകുമാർ വാ തുറന്നില്ല. വാ തുറക്കാതിരിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുത്തില്ല പാർട്ടി. തെരഞ്ഞെടുപ്പ് വരെ നടപടിയൊന്നും എടുത്തില്ല. അത് ബുദ്ധിപരമായിട്ട് അവിടെ ചവിട്ടി നിർത്തിയതാണ്. ചവിട്ടി പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒന്ന് ചവിട്ടി പിടിച്ച് നിർത്തിയിരുന്നതാണ്. ഇല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വന്നിരുന്നെങ്കിൽ ആരൊക്കെ കൊടുക്കുമെന്ന് പറയാനൊക്കത്തില്ല. ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഒരു കത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ ചില കത്തുകളൊക്കെ ചില മന്ത്രി ഓഫീസുകളിലൊക്കെ എത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടത്തേക്കൊന്നും അന്വേഷണം വന്നിട്ടില്ല. ഈ പറയുന്ന പല ആളുകളും ഇദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിലെ സന്ദർശകരായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പാർട്ടിയിലെ നേതാക്കന്മാരും ഒക്കെ ഉള്ളവരോടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ലിങ്കിലേക്കൊന്നും അന്വേഷണം പോകാതിരിക്കാൻ, അതായത് 2020 പിന്നീട് വന്ന ബോർഡിലേക്കൊന്നും അന്വേഷണം പോകാതിരിക്കാനായിട്ട് നടത്തിയ ഒരു, നമ്മൾ പറയത്തത് താൽക്കാലിക സ്റ്റോപ്പ്, ആ ഒരു ഇടക്കാല സ്റ്റോപ്പാണ് അവിടെ ഉണ്ടായത്. പക്ഷേ നമുക്ക് ഒരു ഘട്ടം കൂടി, ഒരു കാര്യം കൂടി സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കും. അതെ സാർ, പൂർത്തിയാക്കും. അതെ, അപ്പൊ ആ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്നൊക്കെ പറയത്തില്ല. ഇപ്പൊ പശ്ചിമേഷ്യയിലൊക്കെ പറയുന്ന പോലെ താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. എന്തായാലും 35 സീറ്റുമായിട്ട് പുറകെ പോയിരിക്കുകയാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള നടപടികളുടെ ഒരു ഭാഗമായിട്ട് പത്മകുമാറിനെ പുറത്താക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവിച്ചിരിക്കുന്നത്. ശരി, എൻ്റെ ചോദ്യം ഇതാണ്. മുൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഈ കേസിൽ എന്ത് നടപടിയെടുത്തു, ഇതുവരെ ഏതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ബന്ധമുള്ള രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ CPM-കാർ മാത്രമല്ലല്ലോ, അടൂർ പ്രകാശിനോടൊപ്പവും അതേപോലെ സോണിയാഗാന്ധിയോടൊപ്പവും ഈ പ്രതി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അതിൻ്റെ പശ്ചാത്തലം എന്തും ആയിക്കോട്ടെ. അപ്പോൾ പിണറായി വിജയന് സാധിക്കാത്തത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാധിക്കുമോ, അല്ലോ അതും ചെറിയ രീതിയിലുള്ള കോംപ്രമൈസുകൾക്ക് വിധേയമാകുമോ? എന്താണ് നമ്മൾ കാത്തിരിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അതാണ്. പ്രേമ, ഇത് കേസ് തെളിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്രേമം പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസിന്റെ സമാരാധ്യ നേതാവ് സോണിയാഗാന്ധിയുടെ വസതിയിൽ, അതീവ സെക്യൂരിറ്റി ഉള്ള വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതേപോലെ ശബരിമല കേസിലെ പ്രതിസ്ഥാനത്തുള്ളവരും പോയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രമുഖന്മാരായ നേതാക്കന്മാരോടൊപ്പമാണ് ഇവിടെ പോയിട്ടുള്ളത്. പക്ഷെ അവരെല്ലാം പറയുന്നതാണ്, അവര് പറയുന്നത് ഞങ്ങൾക്ക് ഈ കൊള്ളയുമായിട്ട് പങ്കില്ല, ശബരിമലയിലെ ഏതോ വലിയ പുള്ളിയാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ്, അനുഗ്രഹം തേടി പോയതാണ്, സോണിയാഗാന്ധിക്ക് അസുഖമായ സമയത്ത് അവർക്ക് ചരടി കെട്ടിക്കൊടുക്കാൻ, ജപിച്ച് കെട്ടിക്കൊടുക്കാൻ പോയതാണെന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് വരുന്നത്. ഇനി ഇതൊക്കെ ഈ ഭാഗത്തേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. ഈ അന്വേഷണം ശബരിമലയിൽ നിലവിൽ ആ ദ്വാരപാലക പാളികളിലും കട്ടളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇനി ഒരുപാട് അന്വേഷണങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. കൊടിമരം അടക്കമുള്ള അന്വേഷണങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആരാണ് കൊണ്ടുപോയത് അവരെ? മറ്റൊന്നും ആയിരിക്കത്തില്ല, കൊള്ളയോ തട്ടിപ്പോയില്ല, നമ്മളൊന്ന് മാറ്റിവെക്കാം. ആരുടെ സ്വാധീനത്താലാണ് ഇവരവിടെ എത്താൻ കാര്യം? അല്ലെ ആരാണ് അവർക്ക് പെർമിഷൻ മേടിച്ചു കൊടുത്തത്? അന്വേഷണങ്ങളൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കാണ് ചുമതല വരുന്നത്. കേസ് വന്നിട്ടില്ല. കേസ് ഇനി ഒരുപാട് പുറകെ കിടക്കുന്നതേ ഉള്ളൂ. കേസ് കയറി മുന്നോട്ട് വരാനുണ്ട്. എന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്റ്റേജിലേക്കൊക്കെ അന്വേഷണം വരികയുള്ളൂ. ശരി, നന്ദി സാർ.